ചേട്ടാ, പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. BJP-യുടെ സംഘടനാ സംവിധാനം അടിമുടി അങ്ങ് മാറാൻ പോവാണ്. ഇപ്പോൾ 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ 14 ജില്ലാ കമ്മിറ്റികളാണ് ഇപ്പോൾ BJP-ക്ക് ഉള്ളത്. അത് 31 ജില്ലാ കമ്മിറ്റികളായി വിപുലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അല്ല, ഇപ്പം 31 ജില്ലയായി മാറുമോ കേരളത്തിൽ? 31 ജില്ല വേണ്ടി വരുമോ BJP-ക്ക് വേണ്ടി? ഏകദേശം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ജില്ലക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന് നെയ്യാറ്റിൻകരയാണോ അവിടെ ഒരു ജില്ല വരുന്നത്, പിന്നെ വള്ളുവനാട് എന്ന് പറഞ്ഞിട്ടൊരു ജില്ല, അതായത് പാലക്കാടിന്റെയും മലപ്പുറവും ഒക്കെ കൂടെ വിഭജിച്ചുകൊണ്ടൊരു ജില്ല. എന്തായാലും BJP-യുടെ അങ്ങനെ ഒരു നീക്കം എത്രത്തോളം ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ BJP-യുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, കേരളത്തിൽ വലിയ തോതിലുള്ള ഗ്രൂപ്പിസം BJP-ക്ക് അകത്തുണ്ട്. ഈ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വലിയൊരു രീതിയിലുള്ള പടയൊരുക്കം BJP-ക്ക് അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത്ര ശക്തരല്ല ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ, അതായത് കെ സുരേന്ദ്രന് ഓപ്പോസിറ്റായി നിൽക്കുന്നവർ അത്ര ശക്തരല്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ 31 ജില്ലാ കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസ ഉപജില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ മണ്ഡല വിഭജനമൊക്കെ എങ്ങനെയാണ് അതിനകത്ത് നടക്കുന്നത്? അവർ പറഞ്ഞതനുസരിച്ച് ചില ജില്ലകൾ 3 ആവും, ചില ജില്ലകൾ 2 ആവും. ഏതൊക്കെ ജില്ലയാണ് അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ഇവരുടെ കോർ കമ്മിറ്റി മീറ്റിംഗിലാണ് ഇതിൽ വാർത്തകളിൽ ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതിനെ പലരും എതിർത്തതിന് ശേഷം BJP-യുടെ പല സംസ്ഥാനങ്ങളിലും ഈ ഘടനയാണ് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ BJP-ന്റെ സെൻട്രൽ ഡെപ്യൂട്ടേഷനുള്ള ലീഡേഴ്സ് പറഞ്ഞത്. അപ്പോഴും കേരളത്തിൽ നിന്ന് പലരും ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിഭജനം കൊണ്ട് എന്താണ് BJP-ക്ക് ഉണ്ടാവുന്ന നേട്ടമെന്ന് ആരും പറയുന്നില്ല. കാരണം സംഘടനാ സംവിധാനത്തിൽ വലിയ പ്രശ്നങ്ങൾ BJP-ക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ക്ലിയർ ആക്കാതെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഇവരുടെ പ്രയോജനം? അല്ല, BJP ഒരു കേഡർ പാർട്ടിയാണ്. അവരുടെ വളരെ കെട്ടുറപ്പുള്ള പ്രവർത്തനം എല്ലാം ഉണ്ട്. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് വളരാൻ കഴിയാതെ വരുന്നതിൻ്റെ കാരണം ഇതിലൊന്ന് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തമ്മിലുള്ള ഈ ഒരു വിഭാഗീയതയും തൊഴുത്തിൽ കുത്തും വിഴുപ്പലക്കലും എല്ലാം തന്നെ ഉണ്ട്. അത് വലിയ തോതിൽ നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് സുരേന്ദ്രൻ, മറ്റൊരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ, അതിൻ്റെ അപ്പുറത്ത് കൃഷ്ണദാസ് ഉണ്ട്, PK കൃഷ്ണദാസ് ഉണ്ട്, പിന്നെ അങ്ങനെ MT രമേശ് വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇവരൊക്കെ പല PS ശ്രീധരൻപിള്ള എവിടെയും തൊടാതെ നടക്കുന്നു. അങ്ങനെ BJP-ക്ക് അകത്തുള്ള നേതാക്കളെല്ലാം പല തട്ടിലാണ് ഇവിടെ. അവരെയൊക്കെ കൂടെ ഏകീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര നേതൃത്വം പലതവണ ശ്രമിച്ചതാണ്. അമിത്ഷാ കേരളത്തിൽ വരുന്നു, മോദി വരുന്നു, നടക്കില്ല. കേരളം പോലെ സ്ഥലത്ത് ഇവരാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെ ഒരു 31 ജില്ലാ കമ്മിറ്റികൾ വന്നത് അതിൻ്റെ ഒരു പ്രവർത്തനം കുറച്ചും കൂടെ ഊർജ്ജസ്വലമായി കൊണ്ടുപോകാനായിരിക്കും. കാരണം ഒരു ജില്ലാ കമ്മിറ്റിക്ക് ഒരു ജില്ല മുഴുവൻ ഓടണം. ഇപ്പോൾ പാലക്കാട് വലിയൊരു ജില്ലയാണ്. മലപ്പുറം അതുപോലെ വലിയൊരു ജില്ലയാണ്. പാലക്കാട് അങ്ങ് അട്ടപ്പാടിയിൽ നിന്ന് ഒറ്റപ്പാലം ഷൊർണൂരിലെത്തണമെങ്കിൽ ഒരു ദിവസം വേണം. കൂറ്റനാട് ഭാഗം വരെ, അതായത് ബോർഡറിലെത്തണമെങ്കിൽ അത്രയും വലിയ ജില്ലയാണ്. അങ്ങനെ വരുമ്പോൾ 2 ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ 3 ജില്ലാ കമ്മിറ്റിയോ വരികയാണെങ്കിൽ, ഒന്ന് ഈ ഒറ്റപ്പാലം വള്ളുവനാടിൻ്റെ ആ ഒരു ഭാഗം, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ല. പാലക്കാട്, ചിറ്റൂര്, അങ്ങനെ അതിൻ്റെ ചുറ്റുഭാഗങ്ങൾ, പിരായിരി പഞ്ചായത്തുണ്ട്, കണ്ണാടിയുണ്ട്, പിന്നെ മാത്തൂർ പഞ്ചായത്തുണ്ട്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അവിടെ ഒരു ജില്ലാ കമ്മിറ്റി. ഇനി അപ്പുറത്ത് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാട്, അട്ടപ്പാടി, അങ്ങനെ ആ ഒരു കല്ലടിക്കോട് ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ലാ കമ്മിറ്റി. അതാവുമ്പോൾ കുറച്ചും കൂടെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ള വിഭാഗീയത, ഈ എല്ലാ 31 ജില്ലാ കമ്മിറ്റിയും 2ആയിട്ട് പിളരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം BJP-യുടെ ഒരു അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ തന്നെ, മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഭാഗം കിടക്കുന്ന വേറെ തോന്നൽ, മലപ്പുറം കിടക്കുന്നത് ഇങ്ങേ ഭാഗത്ത്, എടപ്പാളും പൊന്നാനിയൊക്കെ വേറൊരു സ്ഥലത്തേക്ക്. ഇവിടേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളത് അങ്ങ് മലപ്പുറത്ത് നിന്ന് ഈ എടപ്പാളിലേക്കും പൊന്നാനിക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ നിലമ്പൂരിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രവർത്തനം കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. കേരളത്തിൽ വളർന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേരളം പോലൊരു സ്ഥലത്ത് എങ്ങനെയും കേരളം പിടിക്കുക എന്നുള്ളൊരിതുണ്ട്. കേരളം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ BJP-ക്ക് വോട്ട് നിലയിലൊക്കെ വലിയ തോതിലല്ലെങ്കിൽ പോലും BJP-ക്ക് ഒരു വളർച്ച കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിസം എത്രത്തോളം ഇതിനെ ബാധിക്കും എന്നുള്ളത്, കാരണം ഇപ്പോൾ പ്രധാനമായും ഈ ഒരു സംഘടനയിൽ ചില മാറ്റങ്ങൾ, ഇളക്കി പ്രതിഷ്ഠകൾ വേണം എന്നാണ് ഉള്ളൊരാവശ്യം പല ദിക്കുകളിൽ നിന്ന് BJP-ക്ക് അകത്തു നിന്ന് തന്നെ വലിയ തോതിലുണ്ട്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ മാറേണ്ടതുണ്ട്. കാരണം
ഈ പാലക്കാടിൻ്റെ ഏറ്റവും വമ്പിച്ച തോൽവിയായിരുന്നു BJP സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സുരേന്ദ്രൻ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ആവശ്യം BJPക്ക് അകത്തു നിന്ന് തന്നെ വന്നതാണ്. ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരൊക്കെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു 31 ജില്ലാ കമ്മിറ്റി കൊണ്ട് മാത്രം BJP രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ BJPയെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രസിഡന്റ് ആവാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം പ്രസിഡന്റിന് മാത്രമേ ഇതിനകത്ത് പവർ ഉള്ളൂ. ജനറൽ സെക്രട്ടറിമാരാണെങ്കിലും വൈസ് പ്രസിഡന്റുമാരാണെങ്കിലും ഒക്കെ വെറുതെ ഓരോ കോറം തെളിയിക്കാൻ വേണ്ടി പേര് എഴുതുന്ന പോലെയാണ് BJPയുടെ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ 14 ജില്ലാ പ്രസിഡന്റുമാർ 31 ആകുമ്പോഴത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീണ്ടും പവർഫുൾ ആവുകയല്ലേ ചെയ്യുക? തീർച്ചയായും. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ. പക്ഷേ ഈ 31 ജില്ലാ കമ്മിറ്റിക്ക് 31 ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ഒരു ജില്ലാ പ്രസിഡന്റും ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അത്തരത്തിലുണ്ടാകുമ്പോൾ എന്തായാലും ശക്തമാവാനാണ് സാധ്യത. പക്ഷേ അതുകൊണ്ട് മാത്രം നിലവിൽ ഈ സംഘടനയിൽ വലിയ അതിൻ്റെ തലപ്പത്തൊക്കെ ഇളക്കി പ്രതിഷ്ഠകൾ ആവശ്യമായ ഒരു സമയം കൂടിയാണ്. കാരണം MT രമേശിനെയൊക്കെ പോലുള്ള നല്ല BJP നേതാക്കളുണ്ട്. കാര്യബോധമുള്ള ആളുകൾ. ബാക്കിയുള്ളവർ ബോധമില്ലാത്തവരാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ കാര്യബോധം ഉള്ള ആളുകളാണ് MT രമേശിനെയൊക്കെ പോലെയുള്ള ആളുകൾ. അവർ കൃത്യമായി തന്നെ അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിളിച്ചു പറയുന്ന, കയ്യടിക്ക് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്ന നേതാവല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇളക്കി പ്രതിഷ്ഠയും അതേപോലെ തന്നെ അടിമുടി ഒന്നൊരു പൊളിച്ചെഴുത്ത് BJPക്ക് അകത്ത് കേരളത്തിലുണ്ടായാൽ മാത്രമേ ഒരു കൃത്യമായ ഗ്രോത്ത് BJPക്ക് ഉണ്ടാവും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജില്ലാ കമ്മിറ്റികൾ വരുന്നത് കൊണ്ട് ദോഷമായി മാറാനുള്ളൊരു സാധ്യത കാണുന്നില്ല. പക്ഷേ ഈ ഒരു വിഭാഗീയത എല്ലാ താഴെത്തട്ടിലേക്കും കൂടെ കൂടുതൽ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്. BJPക്ക് അത് 280 മണ്ഡലങ്ങൾ ഓൾറെഡി താഴെത്തട്ടിൽ ഡിവൈഡഡ് ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഡിവിഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഡീസെൻട്രലൈസേഷൻ എന്നാണ് അവർ പറയണത്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം അത് താഴെത്തട്ടിൽ എത്രത്തോളം എത്തും എന്നുള്ളൊരു പ്രശ്നമാണ്. ഒന്നത്തെ കാര്യം ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ലാ കമ്മിറ്റികൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എളുപ്പത്തിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പുറത്ത് CPM-നും ഇതേ സ്ട്രക്ചറാണ്. 14 ജില്ല അവരെ എല്ലായിടത്തും എത്തണുണ്ടല്ലോ. പക്ഷേ BJP എന്തിനാണ് ഒരു ജില്ലാ പ്രസിഡന്റ്, ഒരു ജില്ലയിലെ എല്ലാ മൂലയ്ക്കും ജില്ലാ പ്രസിഡന്റ് തന്നെ എത്തേണ്ട അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? കാരണം അദ്ദേഹത്തിന് താഴെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണുള്ള ഒരു സംഘടന നമ്മൾ വാർത്തെടുക്കണേ. ഇപ്പോൾ BJPയുടെ പ്രശ്നം എല്ലായിടത്തും സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരണം, എൻ്റെ മുഖം എൻ്റെ ഉടൽ എന്നുള്ള രീതിയിൽ അതൊരു പ്രശ്നമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? തീർച്ചയായും. ഒരൊറ്റ നേതാവിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ, കാരണം കേരളം ഒരു വലിയ സംസ്ഥാനമാണല്ലോ, 3-4 കോടി ജനങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സിനെ വളർത്തിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നാണോ ഇത് കാണിക്കുന്നത്? അല്ല, അതിൻ്റെ ഒരു കാര്യം ഗണേഷ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ എല്ലാ സ്ഥലത്തേക്കും ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ CPM ആണെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും, BJP ആണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും, കോൺഗ്രസ് ആണ് DCC പ്രസിഡന്റ്. ഇവർക്ക് എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്തണം എന്നില്ല. അതിന് ആണ് മറ്റ് അംഗങ്ങളുണ്ട്, മറ്റുള്ള സംവിധാനങ്ങളുണ്ട്, കീഴ് ഘടകങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവർ വന്നേ പറ്റുള്ളൂ. ഇപ്പോൾ വലിയൊരു അപകടം നടക്കുന്ന ഒരു സ്ഥലമൊക്കെ ആകുമ്പോൾ അവിടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് BJPക്ക് ഒരുപക്ഷെ BJPയുടെ ഒരു പ്രവർത്തനമൊക്കെ എല്ലാം തന്നെ ഇപ്പോൾ ഞാൻ പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പാലക്കാട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നഗരത്തിൻ്റെ ഇട്ടാവട്ടത്തിൻ്റെ അപ്പുറത്തേക്ക്, ഇപ്പം മണ്ണാർക്കാട് ഭാഗത്തേക്കോ ഒന്നും അങ്ങനെ BJPയിലെ നേതാക്കൾക്ക് എത്തിച്ചേരാനോ അവിടെ പ്രവർത്തിക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒറ്റപ്പാലത്ത് BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. ചെർപ്പുളശ്ശേരിയും ചില ഭാഗങ്ങളിലൊക്കെ BJPക്ക് സ്വാധീനമുണ്ട്, ഷൊർണൂരിലൊക്കെ. അവിടെ എത്തിപ്പെടാം. ഈ ഒരു നഗരം കേന്ദ്രീകരിച്ചാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ BJP മാത്രമല്ല, പക്ഷേ CPM ഒരു പരിധി വരെ അവിടേക്ക് ഓടിയെത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. CPM-ൻ്റെ മറ്റ് കോൺഗ്രസിന് പോലും കഴിയുന്നില്ല. CPM-ൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റികൾ ഡിവൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ജില്ലാ കമ്മിറ്റികൾ വരുന്നു ഒരു ജില്ലയ്ക്ക് അകത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സിസ്റ്റം ഒരുപക്ഷെ ഈ ഒരു നമ്മളൊരു ഉപജില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അതിൻ്റെ ഒരു പ്രവർത്തനം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പ്രവർത്തനം കുറച്ചും കൂടെ ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ കുറച്ചും കൂടെ എല്ലായിടത്തും താഴെത്തട്ടിലേക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയായിരിക്കും. കാരണം അതനുസരിച്ച് ജില്ലാ കമ്മിറ്റിയിലെ ഈ 3 ജില്ലാ കമ്മിറ്റിയൊക്കെ ഇപ്പോൾ ഒരു 2 മുതൽ 2-3 ജില്ലാ കമ്മിറ്റികൾ വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തനം കുറച്ചുകൂടെ അവർക്ക് എല്ലായിടത്തും എത്താൻ കഴിയുമ്പോൾ അത് ഗുണമായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്, അതെങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും 14 ജില്ലാ കമ്മിറ്റികൾ 31 ആവാൻ പോവുകയാണ്.
BJPക്ക് ഇതുകൊണ്ട് കാര്യമായ നേട്ടം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല. കാരണം അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ ആയി പറഞ്ഞതേ ഉള്ളൂ. ആരാണ് ഇതിന്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നത്, ആരാണ് ഭാരവാഹികളാകാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് കണ്ടിരുന്ന് അറിയണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കുമോ എന്ന്. ഓക്കെ.